الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹസമ്പന്നരായ വിശ്വാസിനികൾ, സർവശക്തനും സർവാധിപനും സൃഷ്ടാവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും അവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഏറെ ഗൗരവത്തോടും അതിലേറെ പ്രാധാന്യത്തോടും കൂടെ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ അവനേറെ ഇഷ്ടപ്പെടുന്ന ദിവസത്തിലും സമയത്തിലും സാഹചര്യത്തിലും ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലക്ക് തന്നെ അവൻ്റെ ദീനിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും മരണം ജീവിതത്തിൻ്റെ ഏതു വഴികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും നമ്മളിലേക്ക് അടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് അംഗീകരിച്ച് മരണം കൈവരിക്കുവാനുള്ള ഭാഗ്യം തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് മരണമെന്നുള്ള സത്യം, യാഥാർത്ഥ്യം അത് കടന്നു വരും എന്നുള്ളതും ആ വിശ്വാസത്തെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുള്ള ജീവിതവുമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും തുടർന്ന് സഹാബത്താവട്ടെ, താബീകളാവട്ടെ, തബഉ താബീകളാവട്ടെ, തുടർന്ന് വന്ന സലഫു സാലിഹീങ്ങളൊക്കെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും
ജനിക്കുന്നുണ്ട്, അതിനുശേഷം അവർ മരണപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു പ്രക്രിയ ലോകത്ത് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയെങ്കിലും അതൊരു മനുഷ്യൻ കാണുകയും അംഗീകരിക്കുകയും അത് വിശ്വാസത്തിന്റെ ഭാഗമായി ചേർത്തു വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളോ ഭയമോ മനുഷ്യർ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ എത്ര മരണങ്ങൾ കണ്ടിട്ടുണ്ട്. കുടുംബത്തിലും സുഹൃത്തുക്കളിലും അയൽവാസികളിലും അങ്ങനെ തുടങ്ങി നമ്മുടെ ബന്ധങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ പലരും മരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും മനുഷ്യന്റെ മനസ്സ് ഞാനും മരിക്കുമെന്ന ഒരു ചിന്ത, എന്റെയും ജീവിതത്തിലേക്ക് മരണം കടന്നു വരുമെന്നുള്ള ഒരു ചിന്തയെക്കുറിച്ചോ അതല്ലെങ്കിൽ തന്റെ അന്ത്യനിമിഷങ്ങളെ കുറിച്ചോ സക്കറാത്തിന്റെ ആ ഒരു സമയത്തെ കുറിച്ചോയുള്ള ചിന്തകളോ ആലോചനകളോ അവന്റെ നന്മകളിലേക്ക് അടുപ്പിക്കുവാനും ജീവിതത്തെ നന്നാക്കുവാനും സാധ്യമാവുന്നില്ല എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതുകൊണ്ടാണല്ലോ സമൂഹം തിന്മയിലേക്ക് ഇന്ന് തിന്മയുടെ പ്രവർത്തനങ്ങളിലേക്ക് അരാജകത്വങ്ങളിലേക്ക് ഇന്ന് വ്യാപൃതമായി മുസ്ലിം ഉമ്മത്ത് കടന്നു ചെന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലെ ഗവൺമെന്റ് ഇറക്കപ്പെടുന്ന കണക്കുകൾ, തിന്മകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടുന്ന ആളുകളുടെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ മുസ്ലിം നാമധാരികളായ ആളുകളുടെ പേര് വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സലഫുസ് സാലിഹീങ്ങളായ ആളുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകളെ, ഓർമ്മകളെ അവനെ രൂപപ്പെടുത്തുന്ന സമയത്ത് അവന് തെറ്റിലേക്കോ തിന്മകളിലേക്കോ മോശമായ പ്രവർത്തനങ്ങളിലേക്കോ അവന് കടക്കുവാൻ സാധ്യമാവുകയില്ല എന്നുള്ളത് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. വിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നത് എല്ലാ മനുഷ്യർക്കും മരണമുണ്ട്, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നുള്ളതാണ്. ഈ കാണുന്ന ശരീരം നാളെ ഖബറിലേക്ക് പോകുവാനുള്ളതാണ് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കൊണ്ടുവരണം. ആ ചിന്തയിലൂടെ, മനസ്സിന്റെ ചിന്തയിലൂടെ കർമ്മങ്ങളിലേക്ക് പോകുവാൻ, നന്മകളുടെ മാർഗത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുവരുവാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്കു സാധിക്കണം. അവിടെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം വിജയിക്കപ്പെടുന്നത്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലുണ്ടാക്കണം. ഓരോ ആളുകളുടെയും മരണങ്ങൾ കാണുമ്പോഴും മരണത്തുമായി ബന്ധപ്പെട്ട ക്രിയകളിൽ നമ്മൾ പങ്കെടുക്കുകയും ജനാസയെ അനുഗമിക്കുമ്പോഴും തനിക്കും ഈ ഒരവസ്ഥ കടന്നു വരാനുണ്ട് എന്നുള്ളൊരു ചിന്ത, ഞാനും ഈ ലോകത്തോട് വിട പറഞ്ഞു പോവേണ്ടവനാണ് എന്നുള്ളൊരു ചിന്ത, മരണം എന്നെയും കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത, സഹോദരേ, അത് നമ്മുടെ മനസ്സിലേക്ക് കടത്തി കൊണ്ടുവരിക എന്നുള്ളത് വിശ്വാസിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനമാണ്. മരണത്തിനു വേദനയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണസമയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചുവല്ലോ. അല്ലാഹുവിന്റെ റസൂല് ഒരു ജൂത സ്ത്രീ നൽകിയ വിഷം നൽകിയതിന്റെ പേരിൽ റസൂലുള്ള അനുഭവിച്ച പ്രയാസം ആയിഷ ബീവി ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. തന്റെ മടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കിടക്കുമ്പോ പ്രവാചകന്റെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിക്കുന്നത് കാണുമ്പോ ആയിഷ ബീവി റസൂലുള്ളാഹിയുടെ ചുണ്ടിലേക്ക് തന്റെ കാതുകളെ അടുപ്പിച്ചു വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, അൽ മൗതു സക്കറാത്ത്,
ആയിഷ, മരണത്തിനു വേദനയുണ്ട് ആയിഷ, മരണത്തിനു വേദനയുണ്ട് ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ. ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത, ചതിയില്ലാത്ത, വഞ്ചനയില്ലാത്ത മഹത്വത്വം, ഖുർആൻ മാതൃകയാക്കുവാൻ നമ്മോട് കൽപ്പിക്കപ്പെട്ട മഹത്വത്വം, ലോകത്തിന്റെ മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹ്ക്ക് പോലും ജീവിതത്തിൽ മരണത്തിനു വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ആ മരണം കടന്നെത്തുമ്പോ ആ സക്കറാത്തിന്റെ സമയത്ത് വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്നതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഏതു മനുഷ്യന്റെ ജീവിതത്തിലും മരണം കടന്നു വരും. നമ്മളിൽ പല ആളുകളും ആരോഗ്യത്തെ ശ്രദ്ധിക്കാറുണ്ട്. എന്തിനാ? അസുഖം വരാതിരിക്കാൻ. ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നവരുണ്ട്. അമിതമായി ഭക്ഷണം കഴിക്കാതെ അല്പം മാത്രം, ഇഷ്ടപ്പെട്ടതൊക്കെ മാറ്റിവെച്ച് അല്പം ഭക്ഷണം മാത്രം കഴിക്കും. മധുരത്തെ നമ്മൾ മാറ്റിവെക്കാറുണ്ട് അല്ലേ? ആരോഗ്യം അത് നന്നാവാൻ വേണ്ടിയിട്ട് ഏതെല്ലാം വഴികളാണോ സ്വീകരിക്കേണ്ടത് ആ വഴികളെല്ലാം നമ്മൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണോ നിശ്ചയിച്ചിട്ടുള്ളത്, ആ സമയം എന്നുള്ളത്, ആ സമയം ഒരനക്കം പോലും മുന്നോട്ടോ പിന്നോട്ടോ പോവാൻ സാധിക്കാത്ത വിധം മരണം നമ്മളെ തേടി വരുമെന്നുള്ളതാണ് സത്യം. നോക്കണേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി അബൂ വസ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ കാണാം. ഇദാ ഖലല്ലാഹു ലിഅബ്ദി അൻ യമൂത ബിഅർളി ജഅല ലഹു ഇലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുണ്ടെങ്കിൽ, റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ് വന്നിട്ടുള്ളതെങ്കിൽ, അവന് അവിടേക്ക് പോകുവാൻ അല്ലാഹു എന്തെങ്കിലും ആവശ്യമുണ്ടാക്കും. ഒരാളെ എവിടെ വെച്ചിട്ടാണോ മരിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്, അവിടേക്ക് പോവാനുള്ള ഒരാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പറയും അല്ലേ, പലരുടെയും മരണങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ, ഒന്നുമില്ലായിരുന്നു, ഇന്നലെ പോലും നമ്മോടൊപ്പം ഒന്നിച്ചിരുന്ന് സംസാരിച്ച ആളായിരുന്നു, എന്തു പറ്റിയെന്നറിയില്ല അല്ലേ, എങ്ങനെയാണ് അയാള് മരിക്കാൻ വേണ്ടി മാത്രം മുമ്പ് അവിടെ പോയ മാതിരി എന്നൊക്കെ നമ്മൾ ചിലരുടെ മരണം കേൾക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾക്ക് അല്ലാഹു ഒരു മരണം നിശ്ചയിച്ചുവെങ്കിൽ അവിടെ എത്തുവാനുള്ള സാഹചര്യവും ആവശ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കും. നമ്മളത് എത്ര തടയാൻ ശ്രമിച്ചാലും അല്ലേ, ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിലെ ചികിത്സകൾ മതിയാവാതെ വന്നാൽ ലോകത്ത് എത്ര വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടോ അവിടേക്ക് ലക്ഷങ്ങൾ ചെലവാക്കി പോകുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം നോക്കണേ നിങ്ങൾ, എവിടെ വെച്ചാണോ അല്ലാഹു ഒരു മനുഷ്യന് മരണം നിശ്ചയിച്ചിട്ടുള്ളത്, ആ ആവശ്യത്തിലേക്ക് അവനെ അങ്ങോട്ട് അടുപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുവെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ല സഹോദരാ, നിന്റെ ആരോഗ്യത്തെ നീ എത്ര നോക്കിയിട്ടും കാര്യമില്ല സഹോദരാ. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കേട്ടു. എന്താ വാർത്ത? ഒരു ചെറിയ കുട്ടിയുടെ മരണം. ഒരു ഉമ്മയും ഉപ്പയും ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. ആ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ ചെറിയ കുട്ടിയെ ഉപ്പക്ക് നേരെ പിറകിൽ അഥവാ നടുക്ക് ഉമ്മയുടെ മുമ്പിലായിട്ട് അവരാ കുട്ടിയെ വെക്കുകയാണ്. എന്തിനാ മുമ്പിൽ വെക്കാതെ, ഉമ്മയുടെ മടിയിൽ വെക്കാതെ നടുവിൽ വെച്ചത്? കുട്ടിയുടെ സുരക്ഷിതത്വം മാത്രമാണ്. ആ ഉപ്പയും ഉമ്മയും ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ ഏറ്റവും നല്ലോണം സൂക്ഷിച്ചുകൊണ്ട് വളരെ പതുക്കെ മാത്രമാണ് ആ വണ്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം വന്നു,
ആ കുട്ടിയുടെ മരണം സംഭവിച്ചു. കേരളത്തിലെ മുഖ്യ പത്രങ്ങളിലെല്ലാം ആ വാർത്ത വന്നിരുന്നു. ഒരു വാഹനം ആ ഉമ്മയും ഉപ്പയും സഞ്ചരിച്ച ബൈക്കിന്റെ പിറകിലിടിച്ച് ആ കുട്ടി മാത്രം, ഉപ്പയുടെയും ഉമ്മയുടെയും നടുക്കിരുന്ന ആ കുട്ടി മാത്രം റോട്ടിലേക്ക് തെറിച്ചു വീണ് പിറകിലൂടെ വന്ന വണ്ടി, മറ്റൊരു വണ്ടി ആ കുട്ടിയുടെ തലയിലൂടെ കയറിയിട്ട് ആ കുട്ടി മാത്രം മരിക്കുന്നൊരവസ്ഥ നോക്കണേ. ആ ഉമ്മ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവും തന്റെ കുട്ടിയെ. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നമ്മൾ നമ്മുടെ കുട്ടിയെ എത്രമാത്രം സ്നേഹിക്കാറുണ്ട് സഹോദരങ്ങളെ. ആ ഉമ്മ എത്ര സ്നേഹത്തോടെ വളർത്തിയ കുട്ടിയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മരണം എന്നുള്ളത് സന്തോഷത്തിന്റെ അവസ്ഥയെന്നോ ദുഃഖത്തിന്റെ അവസ്ഥയെന്നോ സാഹചര്യം നോക്കാതെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരിക. അങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്ര അനുഭവങ്ങളുണ്ട്. മരിക്കുമെന്നുള്ളത് സത്യമാണ്. ആ വിശ്വാസം നമുക്കെല്ലാവർക്കുമുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഏറ്റവും പ്രധാനമാണ് മരിക്കും എന്ന ഓർമ്മ, ചിന്ത. അതിങ്ങനെ മനസ്സിനെ ഏതു സമയവും നമ്മളിങ്ങനെ കൊണ്ടുവരണം. എങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന നേട്ടം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് മരണത്തെ ഓർക്കുക എന്നുള്ളത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സർവ സുഖാനുഭൂതികളെയും തകർത്തു കളയുന്നതിനെ അഥവാ മരണത്തിനെ നിങ്ങൾ ധാരാളമായി കൊണ്ടുപോകണേ. റസൂലുള്ളാഹി പറയാ, സഹാബ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ധാരാളമായി കൊണ്ട് ധാരാളം നിങ്ങൾ എന്ത് ചെയ്യണം? മരണത്തിനെ നിങ്ങൾ ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കണം. എന്താ മരണത്തെക്കുറിച്ച് ഓർത്താനുള്ള ഗുണം? ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരു മരണം കാണുമ്പോ, ഒരു മരണ വാർത്ത കേൾക്കുമ്പോ ഞാനും മരിക്കുമെന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ സഹോദരങ്ങളെ, അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഒരാൾ മരിച്ചു, ആ വീട് നമ്മൾ സന്ദർശിച്ചു, ആ ജനാസയുടെ പിറകിൽ നമ്മൾ പോയി, മയ്യത്ത് നമസ്കരിച്ചു, ഖബറടക്കുന്നത് വരെ നമ്മൾ അവിടെ കടന്നു. എങ്കിൽ ആ മരണത്തിന്റെ എല്ലാ കർമ്മങ്ങളിലും നിങ്ങൾ പങ്കാളിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മരണത്തെ കുറിച്ച് നിങ്ങൾ ഓർക്കൂ. നാളെ ഞാനും ഇതേപോലെ മരിച്ചു വീഴേണ്ട ഒരു മനുഷ്യനല്ലേ? എന്റെയും ജനാസ ഇങ്ങനെ അനുഗമിക്കേണ്ടതല്ലേ? പള്ളിയുടെ കാട്ടിലേക്ക് ഞാനും എടുക്കപ്പെടേണ്ടവനല്ലേ? ഇപ്പോഴും ആ ചിന്ത പലർക്കും വന്നിട്ടില്ല. താടി രോമങ്ങളൊക്കെ നരച്ചു തുടങ്ങി, ശരീരങ്ങൾ ചുക്കിച്ചൊളിഞ്ഞു, പല അസുഖങ്ങളും നമുക്ക് വന്നു അല്ലേ? നമ്മൾ താടി നരച്ച് നമ്മളിങ്ങനെ നോക്കും, എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട്, എത്ര മുടി നരച്ചിട്ടുണ്ട് അല്ലേ? അതിനെ മറച്ചു വെക്കാൻ വേണ്ടി പലതും നമ്മൾ ചെയ്യും. പക്ഷേ എന്റെ ആയുസ് ഇങ്ങനെ അവസാനിക്കാണോ, മരണത്തിലേക്ക് ഞാനിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ചിന്ത, അത് നമുക്ക് പലപ്പോഴും വരുന്നില്ല. സഹോദരന്മാരെ, ആ ചിന്ത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 നേട്ടങ്ങളാണ് അയാൾക്കുള്ളത്. ഏറ്റവും പ്രധാനമായ 3 നേട്ടങ്ങൾ മരണത്തെക്കുറിച്ച് ഇങ്ങനെ മനസ്സിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഏതാണെന്നറിയോ? ഏറ്റവും ഒന്നാമതായി അവിടുന്ന് പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നു, തൗബ ചെയ്യാനുള്ള, തെറ്റുകളിൽ നിന്ന് പാപമോചനം നേടാനുള്ള ഒരു മാനസികാവസ്ഥ അയാൾക്ക് രൂപപ്പെടും എന്നുള്ളതാണ്. അല്ലേ? നമ്മളൊക്കെ തിന്മകളിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. എത്രയെത്ര തെറ്റുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്നത്. ആരാരും കാണാതെ നമ്മുടെ ജീവിതത്തിലുള്ള തിന്മകളെ കുറിച്ചൊന്ന് ഓർത്തു നോക്കൂ സഹോദരാ. ആ തിന്മകൾ മായ്ക്കപ്പെടാതെയാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ ഞാനും എന്റെ റബ്ബും മാത്രം അറിയുന്ന തിന്മകൾ എത്രയുണ്ട്. ആരും കാണില്ല എന്ന് വിചാരിച്ച് നമ്മൾ ബെഡ്റൂമിന്റെ ഓരോ സമയത്തും നമ്മൾ ചെയ്തു കൂടിയ തിന്മകൾ, ആ തിന്മകൾ മായ്ക്കപ്പെടേണ്ടേ?
പ്രായം ഇത്രയായിട്ടും ആ തിന്മകളും മായ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ജീവിതത്തിൽ അല്ലാഹ് തന്ന വെള്ളം കുടിച്ച് അവന്റെ വായു ശ്വസിച്ച് അവൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടും ആ പാപങ്ങൾ പൊറുക്കപ്പെടണം, ഞാൻ ശുദ്ധനായിട്ട് മാറണമെന്ന ചിന്ത മനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ എന്തർത്ഥം നമ്മുടെ ജീവിതത്തിലുള്ളത്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, പാപങ്ങൾ മായ്ക്കപ്പെടാൻ തൗബ നടത്തണമെന്ന് മനസ്സിനിങ്ങനെ ഓർമ്മ കിട്ടാൻ നീ മരണത്തെ ഓർക്കണം. നിന്റെ മരണത്തെ നീ ഏതു സമയവും നീ ഓർക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോ ഞാൻ ഇന്ന് മരിക്കും, ഒരുപക്ഷെ എന്റെ മരണം ഇന്നായിരിക്കും. ഞാനൊരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോ ഞാനിനി തിരിച്ചു വരുമോ എന്നറിയില്ല. ഓർമ്മ വേണം മനസ്സിന്. ആ ഓർമ്മകൾ ഇങ്ങനെ നന്മകളിലേക്ക് മുന്നേറാൻ, തിന്മകൾ ചെയ്യാതിരിക്കുവാൻ നമുക്ക് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഏതാ ഒന്നാമത്തെ ഗുണം? തൗബ ചെയ്യുവാൻ, ചെയ്തു പോയ തെറ്റുകൾ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞ് മടങ്ങാൻ നമ്മുടെ മനസ്സിങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, രണ്ടാമത്തത് മരണത്തെക്കുറിച്ച് മനുഷ്യൻ ഇങ്ങനെ ഓർക്കുമ്പോൾ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഉള്ളതുകൊണ്ട് മനസ്സിന് തൃപ്തിപ്പെടാൻ സാധിക്കും. തന്റെ മനസ്സ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കും. അല്ലേ? എല്ലാ ആളുകൾക്കും പോരായ്മയാണ് ജീവിതത്തിൽ. ഒരു നില വീടുണ്ടെങ്കിൽ, അല്ലേ, അതിനുള്ളിൽ 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ, അല്ലേ, നമ്മൾ പറയും സൗകര്യം കുറവാ. നമ്മളുടെ വീട്ടിൽ 2 ബാത്റൂം ഉണ്ട് എങ്കിലും പറയും, അല്ലേ, എല്ലാ ആളുകൾക്കും പോകാനുള്ള സൗകര്യമില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് മനുഷ്യർക്കില്ല. നമുക്കൊരു വാഹനം ഉണ്ട്, അല്ലേ, ആ വാഹനം പോലെ മറ്റൊന്ന് കാണുമ്പോൾ അതിലേക്കുള്ളൊരു മോഹം, ഒന്ന് കാണുമ്പോൾ മറ്റതിലേക്ക്, തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ മറന്ന് മറ്റൊന്നിലേക്ക് മനസ്സിങ്ങനെ മോഹിച്ചു കൊണ്ടിരിക്കുക. ഉള്ളത് തൃപ്തിപ്പെടാനും അതിന് നന്ദി ചെയ്യാനുമുള്ള മനസ്സ് പോയി മറ്റൊന്നതിലേക്ക് ഇങ്ങനെ ആഗ്രഹങ്ങൾ കൂടുക. അതൊരു വിശ്വാസിയുടെ ഗുണമല്ല, സ്വഭാവമല്ല. അവിടുന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കപ്പെടുന്നത് മരണത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവന്റെ ജീവിതത്തിന് സാധിക്കും. അല്ലേ? ഞാൻ ഇന്ന് മരിച്ചു പോകുന്നൊരു മനുഷ്യനാണ്, പിന്നെ എന്തിനെനിക്ക് വേറൊരു വണ്ടി? ഞാൻ നാളെ മരിച്ചു പോകാനുള്ള ഒരാളാണ്, അല്ലേ? ഒരു രോഗിയായി അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്ന ഒരാളാണ്, അല്ലേ? നമ്മുടെ രോഗത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒന്ന് ആലോചിച്ച് നോക്കി. വേറൊന്നിലേക്ക്, പുതിയതിലേക്ക് പോകാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധ്യമാവും. അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്ന് ചോദിച്ചു, പ്രവാചകരെ, റസൂലുള്ളാഹ് ഈത്തപ്പനയുടെ ഒരു കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റപ്പോൾ ആ ഈത്തപ്പന ഓലയുടെ പാടുകൾ ആ മനുഷ്യന്റെ പുറത്ത്, റസൂലുള്ളാഹിയുടെ പുറത്ത് കണ്ടു. ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, അങ്ങയുടെ പുറത്ത് പാടുകളുണ്ടല്ലോ, ഞാൻ അങ്ങക്ക് ഒരു മെത്ത ഉണ്ടാക്കി തരട്ടെ, പാടുകൾ വരാത്ത ഒന്ന് ഉണ്ടാക്കി തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ, ഞാൻ പരലോകത്തേക്കുള്ള യാത്രയിലാണ്. ഞാൻ അല്ലാഹുവിന്റെ പരലോകത്തേക്കുള്ള യാത്രയിലാണ്. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ആ പരലോകത്തേക്കുള്ള യാത്രയിലെ ഒരു വിശ്രമ കേന്ദ്രം മാത്രമാണ്. അതുകൊണ്ട് ഈ വിശ്രമ കേന്ദ്രത്തിലെ സുഖങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ വന്നിട്ടുള്ളത്, പരലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടേക്ക് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെ ഉള്ളതുണ്ടെങ്കിൽ, അല്ലേ, അതിനേക്കാൾ വലുത് വേണമെന്ന ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുന്നു. മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാഞ്ഞിട്ടാണ്. മൂന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യന് മരണത്തെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അവന്റെ മനസ്സിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നമസ്കാരം നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അതൊരു ബേജാറാണ്. മരണത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. ഒരു സുന്നത്ത് നമസ്കാരം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിന് വല്ലാത്ത ഇടങ്ങേറാണ്. ഒരു നോമ്പ് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലേ, നന്മകൾ ഇങ്ങനെ ചെയ്യാൻ അയാളുടെ മനസ്സിന് ഇങ്ങനെ വല്ലാത്ത തിടുക്കങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം ഗുണങ്ങളാണ് നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർത്താൽ. അല്ലേ, നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, എത്ര മരണങ്ങൾ നമ്മൾ കണ്ടു, എത്ര ജനാസ നമസ്കാരത്തിന് നമ്മൾ പങ്കെടുത്തു, അല്ലേ? എന്നിട്ട് പോലും നമുക്ക് അവിടെ പോലും ദുനിയാവിന്റെ തിരക്കാണ്, അല്ലേ? ഒന്ന് നമസ്കരിച്ച്, അല്ലേ, ഒന്ന് കബറടക്കുന്നതിൽ പോലും സമയമില്ലാതെ ദുനിയാവിലെ നട്ടോട്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെയാവരുത്. നോക്കൂ നിങ്ങൾ, ഇതിനു ശേഷം പണ്ഡിതന്മാർ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് മരണത്തെക്കുറിച്ച് ഓർക്കാത്ത ആളുകളുടെ ഗുണമായിട്ട്. എന്താ? ഒന്നാമതായി കൊണ്ട് തന്നെ അവർ പഠിപ്പിക്കുകയാണ്, അവര് തൗബങ്ങനെ നീട്ടിവെക്കും. ഞാൻ ഇന്നൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഇന്ന് തന്നെ അള്ളാഹുവിനോട് ചോദിക്കാതെ നാളെ ചോദിക്കാം, നാളത്തെ നിസ്കാരത്തിൽ അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തൗബ ചെയ്യാനുള്ള മടി കൊണ്ട് അത് ദിവസങ്ങളിലൂടെ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നതായിരിക്കും അവര്. രണ്ടാമതായി കൊണ്ട് പറയുന്നത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ അവർക്ക് സാധ്യമാവില്ല. മരണത്തെക്കുറിച്ച് ഓർക്കാത്ത ആളുകളാണ്. എത്രമാത്രം ദുനിയാവിലെ ഇഷ്ടങ്ങൾ ഓരോന്നിങ്ങനെ കാണുമ്പോൾ ആ ഇഷ്ടങ്ങൾക്ക് പിറകിലൂടെയായിരിക്കും അവർ ജീവിച്ചു കൊണ്ടിരിക്കുക. അല്ലേ? എത്രമാത്രം നമ്മൾ വേറെ ആരുടെയും ജീവിതം എടുത്തു നോക്കണ്ട, നമ്മുടെ ജീവിതം മാത്രം ഒന്ന് എടുത്തു നോക്കി. അല്ലേ? ഇന്ന് വെള്ളിയാഴ്ച ഒരു ദിവസം, അല്ലേ? നമുക്ക് എത്ര ആളുകൾക്ക് നേരത്തെ എത്താൻ കഴിഞ്ഞു? ഇനി എത്ര ആളുകള് പള്ളിയിൽ ജുമാ കഴിഞ്ഞ് പ്രാർത്ഥന നടത്തി ദിക്റുകൾ ചൊല്ലി, അല്ലേ, പ്രാർത്ഥിച്ച് സുന്നത്ത് നമസ്കരിച്ച് എത്ര ആൾക്കാർ പോകും? ഇമാം സലാം വീട്ടുന്നത് കേൾക്കാൻ കാത്തിട്ട് പെട്ടെന്ന് പുറത്തു പോകാൻ നിൽക്കുന്ന എത്ര ആളുകളുണ്ട്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ മനസ്സിൽ ആ ഒരു നന്മയുടെ ഒരു ലോകം കടന്നു വരാത്തത് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ കുറവായത് കൊണ്ടാണ് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായി കൊണ്ട് പഠിപ്പിക്കുന്നത് ആരാധനയിലുള്ള അലസതയാണ്. ആരാധനകൾ ചെയ്യുന്നിടത്തുള്ള അലസത. നമസ്കരിക്കാൻ സമയമുണ്ട്, ജോലിയിലാണ്, പക്ഷേ ജമാഅത്തിന് ഇനിയുണ്ട് 2 മിനിറ്റ്, അവിടെ കാത്തിരിക്കാൻ. ഓരോ കാര്യങ്ങളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത്, ഇബാദത്ത് ചെയ്യുന്നിടത്ത് സമയവും സാഹചര്യവും ഒരുമിച്ച് വന്നിട്ട് പോലും, അല്ലേ, അത് ചെയ്യാനുള്ള ആഗ്രഹമില്ലാതെ അതിങ്ങനെ നീട്ടി കൊണ്ടുപോവുക, അലസമായി കൊണ്ട് തൻ്റെ ഇബാദത്തുകളെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മരണമുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുക. ആ മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ആ മരണം ജീവിതത്തിൽ എത്തുന്നതിന് മുമ്പ് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അത് പൂർത്തിയാക്കി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. ആ മരണത്തെ ഓർത്ത് തൗബ നടത്തുന്ന, ഉള്ളത് തൃപ്തിപ്പെടുന്ന, സൽക്രമങ്ങളിൽ മുന്നേറുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി, മുവഹിദുകളായി നമ്മൾ മാറുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കൃത്യമായി പാലിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സദാസമയം അവൻ മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അൻസാരിയായ ഒരു സഹാബി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, മുഅ്മിനുകളിൽ വെച്ച് ഏറ്റവും നല്ല ശ്രേഷ്ഠനായ ആള് ആരാണ്? അയാളുടെ ഗുണമെന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അഹ്സനുഹും ഖുൽഖ, സൽസ്വഭാവിയാണ്, ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമയം അൻസാരിയായ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ടാമത് ചോദിക്കുകയാണ്, റസൂലേ, എന്നാൽ മുഅ്മിനുകളിൽ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ ആരാണ്? ഏറ്റവും നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ ആരാ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറയുന്നത്, ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുന്ന മനുഷ്യനാണ്. അക്സറുഹും ലിമൗതി ദിക്റ. തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്ന മനുഷ്യനാണ് മുഅ്മിനുകളിൽ ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, അല്ലേ, വലിയ എക്സാമുകളൊക്കെ എഴുതിയെടുത്താൽ വലിയൊരു പരീക്ഷയിലേക്ക് വിജയിച്ചെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയും, നല്ല ബുദ്ധിയുള്ള മനുഷ്യന്, അയാളെ ബുദ്ധി ഭയങ്കരമാണ്, അല്ലേ. നമ്മൾ ചില അസൂയപ്പെട്ട് സംസാരിക്കാറുണ്ട്, അല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മരണത്തെക്കുറിച്ച് ഓർക്കുന്ന മനുഷ്യനാ ഏറ്റവും നല്ല ബുദ്ധിയുള്ളവനെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുക. മഹാനായ വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹയുടെ അടുക്കൽ വന്നിട്ട് ഒരാള് വന്നിട്ട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞുതരാം.
എനിക്ക് നഷ്ടം ഉണ്ടാവരുത്. ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാം. അപ്പൊ അവിടുന്ന് പറയാ, നീ മരണത്തെ കുറിച്ച് ഓർക്കൂ, നീ വേറെ ഒന്നും ചെയ്യണ്ട, നീ മരണത്തെ കുറിച്ച് മാത്രം ഓർത്താ മതി, നിന്റെ ജീവിതം നന്നാവും. നിന്റെ ജീവിതത്തിൽ തിന്മയിലേക്ക് പോവാനുള്ള ഒരു സാഹചര്യം പിന്നെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നത് അവിടെ നമ്മൾ കൊടുക്കുന്ന ഉപദേശമാണ്. അതേപോലെ തന്നെ സുഫിയാൻ സൗരി റഹിമഹുല്ല അദ്ദേഹം പറയാണ്, മനുഷ്യർ അത് മരണത്തെക്കുറിച്ച് അറിഞ്ഞതുപോലെ മനുഷ്യർക്ക് അറിയല്ലോ അല്ലേ. ഒരാൾ മരിക്കാൻ പോകുമ്പോൾ ആ സാഹചര്യങ്ങൾ കണ്ട അല്ലേ, ആ മനുഷ്യർക്ക് ലഭിച്ച ആ മരണത്തിനെ കുറിച്ചുള്ള അറിവ് അതൊരു മൃഗത്തിനായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ, ആ ഒരു അറിവൊരു മൃഗത്തിനായിരുന്നു കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തടിച്ചു കൊടുത്ത ഒരു മൃഗത്തെ പോലും ബലിയിറക്കുവാൻ കഴിയില്ലായിരുന്നു എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ല പറയാം. എന്റെ കാരണം മൃഗങ്ങൾ പിന്നെ ഒന്നും പേടിച്ച് ഒന്നും കടിക്കാതെ മെലിഞ്ഞൊട്ടിയിട്ടായിരിക്കും അവരവരുടെ ജീവിതം നയിക്കുക. അദ്ദേഹം പറയാം, മനുഷ്യർ അയൽവാസി മരിക്കുന്നുണ്ട്, കുടുംബത്തിലുള്ള പാപ്പയും ഉമ്മയും മരിക്കുന്നു അല്ലേ. എന്നിട്ട് അദ്ദേഹം പറയാം, ആ മരണം കണ്ടിട്ട് പോലും മനുഷ്യർ തിന്നും കുടിച്ചും സുഖിച്ചുമാണ് അവർ ജീവിക്കുന്നത്. അത്ര പോലും മരണത്തെ അവർ പേടിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ മരണത്തിന് അത്ര പോലും പ്രാധാന്യം നൽകുന്നില്ല. എത്ര ആളുകൾ മരിച്ചു, എത്ര ആളുടെ മരണം നേരിട്ട് കണ്ടു അല്ലേ. അപകട മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്ന് പ്രയാസപ്പെട്ട് വേദനകൾ അനുഭവിച്ച് മാസങ്ങളും ദിവസങ്ങളും കിടന്ന് മരണപ്പെട്ടവർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. എന്നിട്ട് പോലും മനസ്സിനെയായി ബോധ്യപ്പെടുത്താൻ, മനസ്സിന് ആ മരണ ചിന്തകളെ കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമാവുന്നില്ലെങ്കിൽ അല്ലേ, അപ്പോഴും ദുനിയാവാണ് ചിന്ത, അപ്പോഴും ദുനിയാവിലെ സുഖങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതെങ്കിൽ അവിടെയും ഷെയ്ഖ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ, ദുനിയാവിലെ ചിന്തകളിലേക്കാണ് നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നതെങ്കിൽ, ആ ദുനിയാവിലെ ചിന്തയിലേക്കാണ് നിങ്ങളെ ഹൃദയം അടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, പെട്ടെന്ന് നിങ്ങൾ പോവേണ്ടത് തൊട്ടടുത്തുള്ള ഒരു ശ്മശാനത്തിലേക്കാണ്, തൊട്ടടുത്തുള്ള ഒരു പള്ളിപ്പറമ്പിലേക്കാണ് നിങ്ങൾ പോവേണ്ടത്. അവിടെ മരിച്ച ഓരോരുത്തരെയും നിങ്ങൾ നോക്കുക. ഇന്നലെ മരിച്ച ആളുകളുണ്ട്, ഓരോ ദിവസം മരിച്ച ആളുകളുണ്ട്. ഇന്നലെ അധ്വാനിച്ചിരുന്നു ആ മനുഷ്യൻ, ഇന്നലെ വലിയ മോഹങ്ങളായി ജീവിച്ചവരായിരുന്നു ആ മനുഷ്യർ അല്ലേ. ഇന്നവർ മണ്ണിനടിയിലാണ്. അത് നിന്റെ ദുനിയാവിന്റെ ഇഷ്ടങ്ങളെ കുറക്കുവാൻ അതിന് നിനക്ക് സാധ്യമാവുമെന്നത് മഹാനായ ഷെയ്ഖ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കപ്പെടുമ്പോൾ, സഹോദരന്മാരെ, നമ്മളും മരിക്കുമെന്ന ചിന്ത അത് മനസ്സിന് നൽകുന്നത് നന്മയാണ്, ഏറ്റവും വലിയ നന്മയാണ്. ആ നന്മ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിതത്തെ നന്നാക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുവഹിദുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലതു മാത്രം പറയാൻ, നല്ലതു മാത്രം ചിന്തിക്കുവാൻ, നല്ലതു മാത്രം മനസ്സിലാക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങളിലൂടെ ജീവിതത്തെ നിങ്ങൾ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം നിന്നിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ നടത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദുകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, നന്മകളും ധാരാളം ഞങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ പരിശുദ്ധ റമളാനിലാവട്ടെ, അതിനുശേഷവും മുൻപുമായിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ നന്മകളും അതൊന്നും നഷ്ടപ്പെടുത്താതെ പരലോകത്ത് തുലാസ് മീസാനിൽ കനം തൂങ്ങുന്ന ഏറ്റവും നല്ല വിഭവമായി ഞങ്ങൾക്കതിനെ നീ മാറ്റിത്തരണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ രോഗികളുണ്ട്, ഞങ്ങൾ മറ്റു പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്, മരണപ്പെട്ടവരുണ്ട്. അവരുടെ എല്ലാവർക്കും അല്ലാഹുവേ, രോഗികൾക്ക് അവരുടെ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, മറ്റൊരു പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശം ഏറ്റവും നല്ലതാണെങ്കിൽ ആ ഉദ്ദേശത്തിനനുസരിച്ച് അർഹമായ പ്രതിഫലം നീ അവർക്ക് നൽകണമേ നാഥ. അല്ലാഹുവേ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുവൃദ്ധാദികൾ, കുടുംബക്കാർ, അയൽവാസികൾ, പണ്ഡിതന്മാർ എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കി തരണമേ നാഥ. അല്ലാഹുവേ, അവരുടെ ഖബറിടം പ്രകാശപൂരിതമാക്കി തരണമേ നാഥ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. അല്ലാഹുവേ, ഈ നാട് തിന്മയുടെ, ലഹരിയുടെ, ഏറ്റവും അരാജകത്വത്തിൻ്റെ കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വ്യക്തിത്വത്തെയും കുടുംബത്തെയും ഏറ്റവും നല്ല രീതിയിൽ ആ തിന്മകളിൽ നിന്ന് അകറ്റി നിർത്തി നന്മയുടെ വഴികളിലേക്ക് സഞ്ചരിക്കുന്നവരായി മാറ്റുവാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ അഫ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اعذرنا من النار، اللهم اعذرنا من النار، اللهم اعذرنا من النار. امين امين ورحمتك يا ارحم الراحمين.